പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ ഗുരുവായൂർ പൊടി പൊടിച്ചു. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. എന്തിനാണ് ആളുകൾ ഗുരുവായൂരിൽ പോയി വിവാഹം ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് മതേതരമായ ഒരു നിയമമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. അതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ സബ് രജിസ്ട്രാർ വന്ന് എവിടെയാണോ അവിടെ വെച്ച് വിവാഹം നടത്തിത്തരും, അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി വിവാഹം ചെയ്യും. ഒരു ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ നടക്കേണ്ട ഒരു വിവാഹമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം. നമ്മുടെ രാജ്യം ഒരു മതസമൂഹമാണ്. കേരളം പോലും അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. മൊത്തം നടക്കുന്ന കല്യാണങ്ങളുടെ എത്ര ശതമാനമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടത്തുന്നത്? ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടക്കുമ്പോഴാണ് നിയമം, ജനാധിപത്യം, തുല്യത, മറ്റു പരിഗണന ഇല്ലായ്മയൊക്കെ വരുന്നു എന്ന് കണക്കാക്കാൻ പറ്റും. നമ്മുടെ റോഡ് ട്രാഫിക് അനുസരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം വന്നു എന്ന് കണക്കാക്കുന്നത് പോലെയാണ് ഗുരുവായൂരും പള്ളിയിലും നിക്കാഹിലും ഒക്കെ നടക്കുന്ന വിവാഹങ്ങൾ കുറഞ്ഞു വന്ന് സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ വിവാഹം കൂടുമ്പോഴാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തീരുന്നത്. അതൊക്കെ അടുത്തെങ്ങും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഗുരുവായൂരിൽ വെച്ച് നടത്തിയാലുള്ള ഗുണം എന്താണ്? ഇപ്പം മുഹൂർത്തം നോക്കിയാണ് കല്യാണം നടത്തുന്നത്. എന്താണ് ഈ മുഹൂർത്തം? 24 മണിക്കൂറുണ്ട്. നമുക്ക് സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നമ്മൾ ക്ഷണിക്കുന്ന ആളുകളുടെ, പങ്കെടുക്കുന്ന ആളുകളുടെ, നമ്മുടെയൊക്കെ സൗകര്യമാണ് യഥാർത്ഥത്തിൽ മുഹൂർത്തം. ഇത് ഏതെങ്കിലും ഒരു ജാതകം എഴുതുന്ന കണിയാൻ്റെയിൽ ചെന്ന് മുഹൂർത്തം എഴുതി വാങ്ങിക്കും. ഈ കണിയാന്മാർ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? ജ്യോത്സ്യന്മാർ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? ഉസ്താദന്മാർ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? അതുപോലെയാണ് മറ്റു തൊഴിലുകൾ ഇന്നും ചെയ്യാൻ യോഗ്യതയില്ലാത്ത ആളുകൾ അവസാനമായി വന്നു ചേരുന്ന തുരുത്താണ് ഈ മതപാഠശാലകളും മതകേന്ദ്രങ്ങളും ഈ ജ്യോത്സ്യ സമ്പ്രദായങ്ങളും ഉസ്താദന്മാർ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നന്നായി പഠിക്കുന്ന, കഴിവുള്ള, സാമ്പത്തിക ശേഷിയുള്ള ഒരു കുട്ടിയെ ജ്യോത്സ്യനാക്കി ആരെങ്കിലും അയക്കുമോ? അപ്പം അങ്ങനെയുള്ള ഒരാൾ ഗണിക്കുന്ന ഗണിപ്പ് എത്രമാത്രം ശരിയായിരിക്കും? ഇതെന്തടിസ്ഥാനത്തിലാണ് ഈ മുഹൂർത്തം നിശ്ചയിക്കുന്നതെന്ന് ആരെങ്കിലും ഈ കണിയാനോടോ ജ്യോത്സ്യനോടോ ചോദിക്കാറുണ്ടോ? ഒന്നുമില്ല. ഒരു പാരമ്പര്യപരമായി വിശ്വസിച്ചു പോരുന്നതിനെ അതേപടി വിശ്വസിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം എനിക്ക് സംശയമുള്ള കാര്യം, ഗുരുവായൂരിൽ വെച്ച് നടത്തപ്പെട്ട വിവാഹങ്ങളിൽ എത്ര വിവാഹമോചനം ഉണ്ടായിട്ടുണ്ട്? സാധാരണഗതിയിൽ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്ന വിവാഹങ്ങളിൽ എത്ര വിവാഹമോചനം ഉണ്ടായിട്ടുണ്ട്? ഗുരുവായൂരിൽ വെച്ച് നടത്തുകയാണെങ്കിൽ വിവാഹമോചനത്തിൻ്റെ തോത് കുറവയാണെങ്കിൽ അത് പഠിക്കേണ്ടതുണ്ട്, അത് പകർത്തേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് ഈ പാഴ്വേലയ്ക്ക് പോകുന്നു എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവം സുഖപ്രസവം എന്നുള്ള ഒരു ഉറപ്പ് ഏതെങ്കിലും തമ്പ്രാന് തരാൻ സാധിക്കും? ഗുരുവായൂരിൽ വെച്ചല്ലാതെ പുറത്തു വച്ചു നടത്തുന്ന വിവാഹങ്ങളുടെ ഗുണവും പോരായ്മയും ഒക്കെ തന്നെ ഗുരുവായൂരിൽ വെച്ച് നടത്തിയാലുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ തിക്കിത്തിരക്കി മുഹൂർത്തം നോക്കി പണം ചെലവാക്കി ഇന്ന് ഒഴിവാക്കപ്പെട്ടല്ലോ നടത്തുന്നത്? തങ്ങൾ എന്താണ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മുടെ ജനം അറിയാതെ പോകുന്നു, മനസ്സിലാകാതെ പോകുന്നു, ചിന്തിക്കാതെ പോകുന്നു. വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്.
ലോകം ആകമാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകളുടെ എന്താ പറയുക ഇടിച്ചു കയറ്റം ഉണ്ടായിട്ട് പോലും നമ്മളൊരു കാടൻ യുഗത്തിലെ കാളവണ്ടി യുഗത്തിൽ തന്നെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇനി ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹങ്ങളിൽ വധുവിനെ പീഡിപ്പിക്കുന്നതിൽ കുറവല്ലോ ഉണ്ടോ? സ്ത്രീധനത്തിൻ്റെയും മറ്റും പേരിൽ സ്ത്രീധന നിരോധന നിയമം ഉണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ പെൺകുട്ടികളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്നവരാണ് ഒരുപാട്. ഒരു കണക്കെടുത്ത് നോക്കണം നമ്മൾ. ഗുരുവായൂരിൽ പോയി വിവാഹം കഴിഞ്ഞാൽ ആ പെൺകുട്ടി തൃപ്തയാണോ, സൗഭാഗ്യവതിയാണോ, അമ്മായി അമ്മ പോരുണ്ടാകാത്ത ഒരു സ്ഥലമാണോ? അതിന് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും കടാക്ഷമുണ്ടാകുമോ? ചുരുക്കി പറയുകയാണെങ്കിൽ അടിമപ്പണിയിൽ നിന്നെങ്കിലും ആ വധു ഒഴിവായി കിട്ടുമോ എന്ന ചോദ്യം വളരെ നന്നായി ചോദിക്കേണ്ടതുണ്ട്. ഇനി ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന വിവാഹത്തിൽ സ്ത്രീധനം ഘടകമല്ലേ? സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് താലി ചാർത്തിയാൽ ഗുരുവായൂരപ്പൻ ഒരിക്കലും പിണങ്ങില്ല. കാരണം അത് കേവലം ഒരു വിഗ്രഹം മാത്രമാണ്. അന്ന് ഏറ്റുമാനൂരിൽ കയറിയ സ്റ്റീഫൻ ഗുരുവായൂർ കയറിയിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ ചാക്കിൽ ആകുമായിരുന്നു. ഇനി വളരെ പ്രധാനമായ കാര്യം, ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന വിവാഹങ്ങളിൽ ജാതിപരമായിട്ടുള്ള വിവാഹങ്ങളുടെ തോതെത്ര? ജാതിരഹിതമായി ഹിന്ദുക്കൾ നാം ഒന്നാണ് ആണോ ഗുരുവായൂരിൽ? ഒരിക്കലുമല്ല. ഞാനിനി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്ന് വീമ്പ് പറയുന്ന സുരേഷ് ഗോപിയുടെ ജാതിയിലല്ലാതെ അയാളുടെ മകളെ അയാൾ വിവാഹം ചെയ്തു കൊടുത്തോ? ഒരു ബ്രാഹ്മണൻ വിവാഹം ചെയ്യാൻ തയ്യാറായോ? ഒരു കീഴ്ജാതിക്കാരനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം ചെയ്യാൻ ഹിന്ദുക്കൾ നാം ഒന്നെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഇയാൾ തയ്യാറാകുമോ? കാപഢ്യമേ, അതാണ് നിന്റെ പേര്. മതം, ജാതി, ഗുരുവായൂർ, നിക്കാഹ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും. ഇനി നിക്കാഹിലേക്ക് നമുക്ക് അല്പം കൂടെ പറഞ്ഞിട്ട് പോകാം. എപ്പോഴും ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ ബാലൻസ് കെ നായർ വളരെ ഒരു ഗതികേടായി മാറിയിരിക്കുകയാണ്. എൻ്റെ പേരും അതിനൊരു കാരണമാണ്. ഈ അടുത്ത കാലത്തായിട്ട് കുറേ ഹിന്ദു വിമർശനങ്ങൾ നടത്തേണ്ട, സംഘി വിമർശനങ്ങൾ നടത്തേണ്ട സംഭവങ്ങളാണ് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിലും മുഹമ്മദ് ഖാൻ നടത്തുമ്പോൾ അത് വർഗീയപരമായി ചിത്രീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് കെ നായർ, നമ്മുടെ ബാലൻ കെ നായർ കൂടെ പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ടി വരും. ശരി, പോട്ടെ, എങ്കിലും പറയേണ്ടതാണ്. ഈ നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തിൽ നിന്ന് കുറേ ആൾ വരും, പിന്നെ ഒരു മുല്ല, പിതാവ്, പയ്യൻ. പെണ്ണിനവിടെ സ്ഥാനമില്ല. പെണ്ണിൻ്റെ പിതാവ് തൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു എന്നൊരു ഉടമ്പടിക്ക് പെണ്ണ് സ്റ്റേജിൽ വരാൻ പാടില്ല. അവൾ ഒതുക്കപ്പെട്ട് അങ്ങ് അണിയറയ്ക്കുള്ളിൽ മണിയറയിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. ചെന്ന് അനുഭവിച്ചു കൊള്ളാൻ കൃഷി ഇടം. അവിടെ നടക്കുന്ന ഒരു പ്രധാനമായ കാര്യം എന്തെന്നറിയാമോ? 91 രൂപ മഹറിന്, അല്ലെങ്കിൽ ഒരു ചെറിയ തുക മഹറായി നിശ്ചയിച്ചുകൊണ്ട് ഞാൻ ഇവളെ നിനക്ക് വിവാഹം ചെയ്തു. വിവാഹ മൂല്യം മഹർ നീ എനിക്ക് തരേണ്ടതാണ്, അല്ലെങ്കിൽ പെണ്ണിന് കൊടുക്കേണ്ടതാണെന്നാണ് അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നടക്കുന്നതോ നമ്മൾ ഡോക്ടറെ കാര്യം ആലപ്പുഴയിൽ കണ്ടില്ലേ? സ്ത്രീധനം എത്രത്തോളം വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം വാങ്ങിച്ചു തന്നെ. മുജാഹിദ്, ജമാഅത്ത് വിഭാഗങ്ങളൊക്കെ സ്ത്രീധനം വാങ്ങിക്കില്ല എന്നൊക്കെ പറയും. വധുവിൻ്റെ വീട്ടിലെ സാമ്പത്തിക ശേഷിയെ നന്നായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടാറുള്ളത്. ഈ പണം ചക്കരയാണ്. അതിനെ നക്കാതിരിക്കാൻ ഏത് മുജാ ജമ എന്ത് മണ്ണാൻ കെട്ടിയായാലും എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. അപ്പോൾ ജമാഅത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഉസ്താദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോട്ടെ, ഇവരൊക്കെ മനുഷ്യരാണ്. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എത്ര നിർലജ്ജം കള്ളം പറഞ്ഞുകൊണ്ടാണ് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് മഹർ കൊടുക്കുന്നതായി, പുരുഷധനം കൊടുക്കുന്നതായി കള്ളം പറയുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അത് ഗുരുവായൂരിലെ മുഹൂർത്തത്തോട് അങ്ങേയറ്റം കടപിടിക്കാവുന്ന ഒന്നാണ്. ഇനി
മിക്കവാറും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നില എനിക്ക് പൂർണ്ണമായി അറിയില്ല. ഉണ്ട് എന്നാണ് വയ്പ്. ജമാഅത്തിന് സ്ത്രീധനത്തിൽ പങ്കുകൊടുക്കണം. എൻ്റെ കല്യാണ കാലയളവിലൊക്കെ ആ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ത്രീധനം വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ജമാഅത്ത് വിശ്വസിക്കില്ല. ജമാഅത്ത് അന്വേഷിക്കും. 1,00,000 രൂപ വാങ്ങിക്കുകയാണെങ്കിൽ 1% നിശ്ചയിക്കും. 1%, 2%. അതായത് ഹറാമായ, നിഷിദ്ധമായ സ്ത്രീധനത്തിൻ്റെ പങ്ക് ജമാഅത്തിൻ്റെ നടത്തിപ്പിന് വേണം. അപ്പം ആളുകൾ മാത്രമല്ല, ഉസ്താദും ജമാഅത്ത് സെക്രട്ടറിയും പൗരപ്രമുഖന്മാരൊക്കെ ഉൾപ്പെടെ മതത്തെ എങ്ങനെ കൊഞ്ഞണം കുത്തുന്നു എന്ന് നോക്കുക. വാങ്ങാൻ പാടില്ലാത്തത് വാങ്ങിയിട്ട് ആ വാങ്ങുന്നതിൽ വാങ്ങാൻ കൂട്ടുനിൽക്കുകയും ആ വാങ്ങുന്നതിൽ കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരിക്കാതെ എന്താണ് പറയാനുള്ളത്? എനിക്കൊരു നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശം, സ്ത്രീധന പീഡന കേസുകൾ വരുമ്പോൾ ജമാഅത്തിനെ കൂടി അതിൽ കക്ഷിയാക്കണം. കാരണം രണ്ടാണ്. ഒന്ന്, ഇവർ അതിൽ കമ്മീഷൻ വാങ്ങിക്കുന്നില്ല എങ്കിൽ മെഹർ കൊടുത്താണ് കല്യാണമെന്ന് കള്ള സാക്ഷിപത്രം ഒപ്പിട്ടാണ് ഇവർ ചെയ്യുന്നത്. ആ കല്യാണം നടത്തിയ വേളയിലെ ഉസ്താദ്, ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഇവരെയൊക്കെ സ്ത്രീധന പീഡന കേസുകളിൽ കക്ഷിയാക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇനി 1-2 വർത്തമാനം സുരേഷ് ഗോപിയെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. എന്തിനാണ് സുരേഷ് ഗോപി ഗുരുവായൂരിൽ വെച്ച് പ്രധാനമന്ത്രിയെ വിളിച്ച് കല്യാണം നടത്തിയത്? മൊത്തത്തിൽ ഇപ്പം രാഷ്ട്രീയ നാടകമാണ്. ഏറ്റവും നല്ല നടൻ നമ്മുടെ പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ട് താഴെ തട്ടിൽ തട്ടുതട്ടായി നാടകം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാമെന്നാണ്. അവസാനമായി ഞാൻ കണ്ട ഒരു വീഡിയോ, നമ്മുടെ പ്രധാനമന്ത്രി പൈക്കൾക്ക് പുല്ല് കൊടുക്കുക. പ്രധാനമന്ത്രി പുല്ല് കൊടുപ്പൻ പ്രധാനമന്ത്രിയായി മാറിക്കൊണ്ടിരിക്കും. നാടകങ്ങളാണ്. അപ്പം തൻ്റെ മകളുടെ വിവാഹത്തെയും ഒരു